ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ഏജന്റ് ഫുഡി. അപ്പൊ നമ്മൾ ഇന്ന് എറണാകുളത്തുള്ള പല ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ബിരിയാണി ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്കും അതുപോലെ ഒരു ഇഷ്ടപ്പെട്ട ബിരിയാണി സ്പോട്ട് ഉണ്ടാവുമല്ലോ, അത് ഏതാണ് താഴെ കമന്റ് ചെയ്തോ, വീഡിയോ ലൈക്ക് ചെയ്യുന്നത് കണ്ടു തുടങ്ങിയോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലാണ് വന്നിട്ടുള്ളത്, ദ ബിരിയാണി സ്റ്റോർ. ഹായ്, നമ്മുടെ നമ്മുടെ എറണാകുളം സിറ്റിയുടെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടാവും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കലുണ്ട്. ഇങ്ങനെ ആ ചെറിയൊരു നല്ല പറമ്പും ചെറിയൊരു വ്യൂ തന്നെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിരിയാണി സ്പോട്ടിനോട് ചേർന്നിട്ട്. നമ്മളൊരു ഡൊണ്ണെ ബിരിയാണി, ഒരു മലബാർ ബിരിയാണി ഇട്ടുണ്ട്. ഈ മലബാർ ബിരിയാണി ടീച്ചർ കഴിക്കണത് കഴിച്ചോ, കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയും. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഫ്ലേവർ ഒക്കെ എങ്ങനെയുണ്ട്? അപ്പൊ നമുക്ക് ആദ്യം മലബാർ ബിരിയാണി കഴിച്ചു നോക്കാം. മലബാർ ബീഫ് ബിരിയാണിയാണ് അത് കഴിച്ചു നോക്കാം. ബീഫ് ബിരിയാണി നല്ല നെയ്യിലെ ബീഫാണ്. അത് ഒരു നെയ്യും മീറ്റും കൂടി ചേർന്നിട്ടുള്ള ഒരു മീറ്റിന്റെ ഡിഷ് ശരിക്കും ഫീൽ കഴിക്കാൻ പറ്റുന്നുണ്ട്. അടിപൊളി എപ്പിക് സ്റ്റഫ്. അപ്പൊ നമുക്ക് ബാംഗ്ലൂരിൽ കിട്ടുന്ന ഡൊണ്ണെ ബിരിയാണി കഴിച്ചു നോക്കാം. വേറെ ഇവിടെ ഡൊണ്ണെ ബിരിയാണി കൊച്ചിയിൽ കിട്ടുന്ന എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന്റെ കൂടെ സാലഡും ഉണ്ട്, ഒരു ഗ്രേവി ഒരു സംഭവം ഉണ്ട്, സാറുണ്ട്, ഇതുണ്ട്. ഇത് നമ്മളൊരു കോംബോ ആണ് കേട്ടോ. ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഫ്രൈഡ് പീസ് ഉണ്ടാവും. ഇത് വേണ്ട റൈസിൽ കിടന്ന് വേവുന്ന ടൈപ്പ് ഓഫ് ബിരിയാണി ആണുള്ളത്. നമ്മുടെ തമിഴ്നാട് ബിരിയാണി പോലത്തെ ബിരിയാണി. അപ്പൊ ഇത് വേണ്ട ആ ഒരു പീസ് ഉണ്ടാവും, രണ്ട് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാവും. ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. മെനു കൂടെ നല്ല മുട്ടയുണ്ട്. മുട്ട ഇടുന്ന ബിരിയാണികൾ കുറവല്ലേ ഇപ്പൊ കൊച്ചിയിൽ. ഇതിന്റെ ഫ്ലേവർ ഉണ്ടോ? ഇങ്ങനത്തെ ഫ്ലേവർ അതിന്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ക്ലാസിക്, ജസ്റ്റ് ക്ലാസിക് സ്റ്റഫ്. യു വിൽ ഡെഫിനറ്റ്ലി ലവ് ദിസ് വൺ. അതുപോലെ ചിക്കൻ കഴിച്ചോണ്ടാ, നല്ല ഫ്ലേവർ ചിക്കനാണ്. ഈ റൈസിനും ചിക്കനും സെയിം ഫ്ലേവർ. ചിക്കൻ ഫ്രൈ ചെയ്തോ കൊടുക്കണം. വളരെ ഒരു കോമ്പിനേഷൻ കൊള്ളണ്ട. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ വളരെയുന്നല്ല. അതായത് ചിക്കൻ ഫ്രൈയും ട്രൈ ചെയ്യുക, ഈ ബിരിയാണി തന്നെ ഉള്ള ചിക്കൻ ട്രൈ ചെയ്യുക. അടിപൊളി, ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ ഇതിന്റെ ഗ്രേവി വെച്ചാൽ നല്ലത്. പിന്നെ ഇത് മൺഡേ ഹോളിഡേ ആണ്. നല്ല കാർ പാർക്കിംഗ് ഉണ്ട് ഇവിടെ. നല്ലോണം സമാധാനമായിട്ട് ഇരുന്ന് ബിരിയാണി കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണത്. അപ്പൊ ഈ ബിരിയാണി സ്റ്റോറിന്റെ ലൊക്കേഷൻ വരുന്നത് കലൂർ കത്രിക്കടവ് വൈലോപ്പള്ളി ലൈനിലാണ് കേട്ടോ. യെസ് ഗൈസ്, അപ്പൊ നമുക്ക് അടുത്തൊരു ചെന്നൈ അല്ലെങ്കിൽ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിക്കാം. അതിനുവേണ്ടി നമ്മൾ വന്നിട്ടുള്ളത് തൊപ്പി അപ്പൊ ബിരിയാണിയിലാണ്. ഈ ബിരിയാണി വന്നിട്ടുണ്ട് സെറ്റ് മുട്ടയുള്ള ബിരിയാണി, അടിപൊളി. അപ്പൊ നമുക്ക് അത് കഴിച്ചു നോക്കാം. നമ്മളിപ്പോ ബാംഗ്ലൂർ സ്റ്റൈൽ കഴിച്ച് നമുക്ക് ചെന്നൈ സ്റ്റൈലോട് കഴിക്കാം. നല്ലൊരു മണം ഭയങ്കര മണം. ഇതിന് നമ്മുടെ ഈ ഒരു പ്രദേശം കൊണ്ട് നല്ലൊരു വാസന അല്ലെ. ലെഗ് പീസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്, മുട്ടയുണ്ട്, ഉണ്ട്, ഇതിന്റെ കൂടെ ഒരു ഗ്രേവി ഉണ്ട്, 2 പീസ് ചിക്കൻ ഉണ്ട് കേട്ടോ. അത് റൈസ് മാത്രം കഴിക്കാം അല്ലെ. ഇതിന് ഗാർലിക് അല്ലെങ്കിൽ ആ ഒരു ജിഞ്ചർ ഗാർലിക് ടേസ്റ്റ് ആണ് ഒരു അടി നിൽക്കുന്നത്. എടുത്തോളാം, നല്ല സ്പൈസി ആയിട്ടുള്ള നല്ലൊരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി. ചിക്കനും കൂടെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ സൈഡ് ആയിട്ടുള്ള ബ്രിഞ്ചോളുടെ ഒരു കറി ഉണ്ട് കേട്ടോ. തമിഴ്നാട്ടിലേക്ക് മെയിൻ ആയിട്ട് എല്ലാ ബിരിയാണിയും കൊടുക്കുന്ന സാധനമാണ്. ഒരു ബിരിയാണി ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ റൈസും ഈ ഒരു ഇത് മാത്രം മതി, ചിക്കൻ്റെ ആവശ്യമില്ല. പുഷ്ക പോലെ ഇതും കൂടെ കഴിക്കാം, എന്നോട് ഈ സാലഡും കഴിക്കാം. കൊള്ളാം, അത് കൊള്ളാം, അത് കളിക്കും. അപ്പൊ ഒരു ഫുൾ ചിക്കൻ ബിരിയാണി റേറ്റ് വരുന്നത് 250 ആണ്. ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ MG റോഡ് അല്ലെങ്കിൽ MG റോഡ് തിരുമ്പോ തന്നെ ചീമാട്ടി ഉണ്ട്, നേരെ ഓപ്പോസിറ്റ് ആയിട്ട്, അല്ലെങ്കിൽ MG റോഡ് സിഗ്നലിന് അവിടെ തന്നെ. യെസ് കേസ്, അപ്പൊ നമുക്ക് അടുത്തൊരു ആന്ധ്ര ബിരിയാണി ട്രൈ ചെയ്യാം അല്ലെ. നമ്മള് ചെന്നൈ കഴിച്ച് ബാംഗ്ലൂർ കഴിച്ച് ഈ അടുത്ത് നമുക്ക് ആന്ധ്ര സ്റ്റൈൽ ബിരിയാണി കഴിക്കാം. യെസ് കേസ്, അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ഇതിന്റെ മുട്ടയുണ്ട്. നമ്മൾ കഴിച്ച 3 ബിരിയാണിയിൽ മുട്ടയാണ് ഇട്ടുന്നത്. സൈഡായിട്ട് ഗ്രേവി ഉണ്ട്, ചിക്കനും ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ മസാല എന്താണ് വ്യത്യാസമുള്ളത് നമുക്ക് നോക്കാം. ഇതൊരു ഫ്ലേവർ ബോംബ് നമുക്ക് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വായിലിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫുൾ ആ ഒരു ഫ്ലേവറാണ്. നമ്മൾ അങ്ങനെ എപ്പോഴും കഴിക്കാത്ത ഒരു എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ടേസ്റ്റ്. ഇതാ ഒരു ഗ്രേവിയും കൂട്ടിന്ന് കഴിക്കാം. ലൈഫ് ഇസ് ഗുഡ് മൈ ഗൈസ്. ഈ ഒരു ഇന്റീരിയേഴ്സ് ഒന്നും കൂടി റിനോവേറ്റ് ഒന്നും കൂടി സെറ്റപ്പ് ആക്കിയാന്ന് തോന്നും. കൊച്ചുകാർക്ക് ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ തമ്പൂർ. മസാലാസിന്റെ കുത്തുള്ള ബിരിയാണി ഇഷ്ടമല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. മസാല ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് എൻജോയ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ദിസ് ആന്ധ്ര ചിക്കൻ ബിരിയാണി. കുറെ മസാലയുടെ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ മസാല ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കഴിക്കാൻ പറ്റും. അല്ലാത്തവർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഇതുണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, ചിക്കനും ഇതൊക്കെ കൂടെ കഴിക്കാം. എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് എറണാകുളം വുഡ്ലാൻഡ് ജംഗ്ഷനിലെ ലയം റോഡിലാണ് കേട്ടോ. അല്ലെങ്കിൽ ഗൂഗിളിനോട് സിമ്പിൾ ആയിട്ട് തന്തൂർ റെസ്റ്റോറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ വെച്ച് പറഞ്ഞാലും. യെസ് ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്ന എടപ്പള്ളി സിഗ്നലിന് അവിടെയുള്ള ഹൈദരാബാദ് കിച്ചണിലാണ്. ഇവിടുത്തെ ബിരിയാണി എങ്ങനെ നമുക്ക് നോക്കാം. ഇവിടുത്തെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി വെച്ച് നോക്കാം. നല്ല ലോങ് ഗ്രെയിൻ റൈസ് ഉണ്ട്, ബസ്മതി റൈസ് ആണ്. ഹൈദരാബാദി ബിരിയാണി അങ്ങനെയുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള മസാല ഉണ്ട് ഈ ഒരു ബിരിയാണി, അല്ലെങ്കിൽ ഹൈദരാബാദി അങ്ങനെയാണ്. അപ്പൊ
ആ ഒരു സ്പൈസ് ലെവലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. കൊള്ളാം, യൂസ് ചെയ്ത നമ്മുടെ ഗ്രേവി ഉണ്ട് സൈഡില്. ഗ്രേവി വെച്ച് കഴിക്കണം നല്ലത്, വെറുതെ കഴിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്തായാലും ഗ്രേവി വെച്ച് കഴിച്ച് നോക്ക്. അപ്പൊ എക്സാക്ട് ലൊക്കേഷൻ എടപ്പള്ളി സിഗ്നൽ തൊട്ടടുത്താണ് ഹൈദരാബാദ് കിച്ചൺ. ഇവിടെ നിങ്ങൾ എപ്പോഴെങ്കിലും ബിരിയാണി കഴിച്ചിട്ടുണ്ട്, അപ്പൊ നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം. കലൂരുള്ള മുബാറക് റെസ്റ്റാ. 1 2 3 മൂന്നല്ലോളൂ, അത് 4 പീസുണ്ട്. നമ്മൾ ഇതുവരെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പീസുള്ള കൊടുക്കാറുണ്ട്. നല്ല ചെറിയ റൈസിന്റെ ബിരിയാണിയാണ്, കൈമ റൈസാണ്. മസാലയും കൂടി ചേർന്ന് നടക്കുന്ന ആ ഒരു പോർഷൻ കഴിക്കുക. സിമ്പിൾ ബിരിയാണി ബട്ട് പവർഫുൾ. കൊള്ളാം സാധനങ്ങളോട് അടിപൊളി. നമ്മുടെ സ്വന്തം ജിഷിൽ പറഞ്ഞൊരു സ്പോട്ടാണ്. നമ്മുടെ സൈഡായിട്ട് നമുക്ക് സാലഡും അച്ചാറും പിന്നെ നമ്മുടെ ഇന്നപ്പോഴും അച്ചാറും ഉണ്ട്. അപ്പൊ ഇതിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്ന മെട്രോ പില്ലർ നമ്പർ 586 തൊട്ട് നേരെ ആയിട്ടാണ്. അതെല്ലാം ഞാൻ പറയാം, കഴിച്ചു നോക്കി എങ്ങനെയാണെന്ന് താഴെ പറയാം. ഇനി അടുത്ത ബിരിയാണി ഇത് വേണമെന്ന് നിങ്ങൾ താഴെ കമന്റിൽ പറയാം. നമ്മളോട് പോയി ട്രൈ ചെയ്യുന്നതായിരിക്കും ഇതിന്റെ പാർട്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്.